വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹോട്ട് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഞാനിവിടെ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബീറ്ററും ഉപയോഗിക്കുന്നില്ല. പിന്നെ കുട്ടികൾക്ക് നമുക്ക് വൈകുന്നേരം ചായ അല്ലാതെ പകലൊക്കെ പാലിൻ്റെ കൂടെയൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ ഒരു 1-1.5 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും. അപ്പോൾ വലിയ ജാറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിക്സിയുടെ ആ ചെറിയ ജാറ് തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ അരിച്ചെടുക്കുന്നത് പോലെ മൈദ 1-2 തവണ ആയിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഓവർ മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഒരു പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ മരത്തിൻ്റെ സ്പൂണൊക്കെ ഉണ്ടാവില്ലേ, അത് ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. വിസ്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് തിളപ്പിച്ചൊഴിക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 3 ടേബിൾ സ്പൂണ് ബട്ടർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാല് തിളച്ച് ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വരണം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കേക്ക് ബാറ്ററില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചൂടോട് കൂടി പാല് ഒഴിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റി വെക്കരുത്. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അത് തന്നെയാണ് ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കേക്ക് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക. നമുക്ക് ഈ വായിലിട്ടെല്ലാം അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഒരു കേക്കാണ് കേട്ടോ കിട്ടുക. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കേക്കിൻ്റെ ടെക്സ്ചറേ അല്ല ഇതിന് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പാൽ ചേർത്ത് നന്നായിട്ട് ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ലോഫ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒന്ന് ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം, അല്ലെങ്കിൽ ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ പാൻ വെച്ചിട്ട് അതിനടിയിൽ ഒരു റിങ് വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 8 to 10 മിനിറ്റ്സ് ചൂടാക്കി വെക്കണം. എന്നിട്ട് വേണം ഇത് ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടി എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക ആ ഒരു വിധത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഞാൻ ഇത് ചൂടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഒരു 30 to 35 മിനിറ്റ്സ് ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ
ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റ്സ് ആയപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഞാനൊരു 35 മിനിറ്റ്സ് ആയപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഒട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് ഒട്ടലൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ അവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ഇങ്ങനെ അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു വിധത്തിൽ വരില്ല. ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് ഞാൻ ഒരു കോട്ടൺ തുണി വെച്ച് കവർ ചെയ്ത് കൊടുത്തത്. അതെല്ലാം എന്തെങ്കിലും ഒരു പാത്രം വെച്ച് മൂടി കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ അത്യാവശ്യം ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിന്ന് ഇളക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗമൊന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ തീയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ സ്പഞ്ച് കേക്കിൻ്റെ പോലെ അല്ല കേട്ടോ ഇത് വരാം. കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോട് കൂടിയിട്ട് ഒരിക്കലും കേക്ക് കട്ട് ചെയ്യരുത്. നല്ല ചൂടാറട്ടെ എന്നിട്ട് കട്ട് ചെയ്താൽ മതി. ചൂടോട് കൂടി കട്ട് ചെയ്യുമ്പോൾ ശരിക്കും കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, പിന്നെ പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് പാലിലൊക്കെ മുക്കി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഉണ്ടല്ലോ, പിന്നെ ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഒരുപാട് പണിയൊന്നുമില്ല. ഒക്കെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നല്ല ഈസിയാണ്. ഒരുപാട് ടൈമില്ല. മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് വിസ്കൊന്നും ആവശ്യമില്ല. പിന്നെ അവൻ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിത് സ്റ്റൗ ടോപ്പിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഈ കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കിത് ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.